പഞ്ചാരക്കൊല്ലിയിൽ ചത്ത നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം ഉടൻ സുൽത്താൻ ബത്തേരിക്കടുത്ത് കുപ്പാടിയിൽ നടക്കുന്നു. കടുവ ചത്തതിന്റെ കാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂ. കടുവയുടെ കഴുത്തിൽ ആഴമേറിയ മുറിവ് കണ്ടെത്തിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് കടുവയെ ചത്ത നിലയിൽ ദൗത്യസംഘം കണ്ടെത്തിയത്. ഹോൾ ടീം ട്രാക്ക് ചെയ്തു. ദെൻ നമ്മൾ ക്യാപ്ചർ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. നൈറ്റ് ആയതുകൊണ്ട് രാത്രി ആയിട്ട് നടന്നില്ല. ദെൻ മോർണിംഗ് നമ്മൾ ഫർദർ പെരാമ്പുലേറ്റ് ചെയ്തപ്പോൾ ഒരു വീടിൻ്റെ സൈഡിൽ ഡെത്തായിട്ട് കണ്ടു. നല്ല ഫൈറ്റ് വുണ്ടുണ്ട്, നല്ല കോൺഫ്ലിക്റ്റ് ഇഞ്ചുറി ഉണ്ട്, വേറെ ടൈഗറായിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്. ഇത് കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫൈറ്റ് വൂണ്ടാണ്. അത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇല്ല നൈറ്റ് ഒരു ഓപ്പറേഷൻസ് നടക്കും. കടുവ ചത്തതിൽ ആശ്വാസമെന്ന് പറയുകയാണ് കടുവ ആക്രമിച്ചു കൊന്ന രാധയുടെ കുടുംബം. സന്തോഷം ആയി. എന്തായാലും ഇനി വേറെ ഒരാൾക്ക് ഇനി വരില്ലല്ലോ, അത് ഒരു സമാധാനമുണ്ട്. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ കിട്ടിയതുകൊണ്ട്. നമുക്ക് ഇനി വേറെ ആർക്കും സംഭവിക്കില്ലല്ലോ, അതൊരു സമാധാനമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവിടെ നിലനിന്നിരുന്ന കടുവാഭീതിയുടെ അങ്ങേയറ്റം ഭീതിതമായ മണിക്കൂറുകൾ അല്ലെങ്കിൽ ആ ദിവസങ്ങൾ ഒഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾ. നാട്ടുകാരുടെ ചില പ്രതികരണങ്ങൾ കൂടി കാണും. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താ വെച്ചാൽ മാധ്യമങ്ങളല്ല, പ്രത്യേകിച്ച് 24 2-3 ദിവസമായി നമ്മൾ കാണുന്നത്. നമ്മൾ ഏകദേശം അത്രയും ഇൻറ്റിമേറ്റായി പരിചയപ്പെട്ടു എല്ലാ മാധ്യമങ്ങളും. തീർച്ചയായും മാധ്യമങ്ങൾക്കും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും എല്ലാവർക്കും ഈ പഞ്ചാരക്കൊല്ലി നാട്ടിലെ എല്ലാവർക്കും നന്ദി അറിയും. മന്ത്രി കെ ശശീന്ദ്രൻ വീണ്ടും വയനാട്ടിലേക്ക് പോകാൻ പോകുന്നു. പഞ്ചാരക്കൊല്ലിയിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയും ചെയ്യും. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് അഭിജിത്ത് മുഴക്കുന്നു ചെയ്യുന്നു. സുർജിത്ത്, വനം നിയമങ്ങളുടെ കണ്ണിൽ മാത്രമാണ് കടുവ ചത്തതാണോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നതാണോ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നത് ആ നിയമങ്ങളുടെ കണ്ണിൽ മാത്രമാണ്. പ്രഥമ പരിഗണന പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളുടെ സമാധാനത്തിനാണ്. എന്തായാലും ആ സമാധാനം സംജാതമായിരിക്കും എന്നുള്ളത് ആശ്വാസകരമാണ്. സുർജിത്ത്. തീർച്ചയായും ഹാഷ്മി, ഏറെ ആഹ്ലാദത്തോടു കൂടിയാണ് ആളുകൾ ഈ നിമിഷത്തെ സ്വീകരിച്ചത്. ഇന്ന് രാവിലെ തന്നെ കടുവ ചത്തു എന്നുള്ള വിവരം പുറത്തു വരുന്നു. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസം. ഇന്നലെ രാത്രി മുതൽ ഇതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ വനം വകുപ്പ് നടത്തിയിരുന്നു. കടുവയെ ട്രാക്ക് ചെയ്യാൻ കൃത്യമായി വനം വകുപ്പിന് കഴിഞ്ഞിരുന്നു. ഇതിനുശേഷം ഇന്ന് പുലർച്ചയോടുകൂടി ഒരു തരത്തിലുള്ള ഒരു മയക്കുവെടി ശ്രമം അടക്കം നടന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ അത് സാധ്യമാകാതെ വന്നു. ഇതിനുശേഷം ഇന്ന് രാവിലെ ഈ കടുവയെ ചത്ത നിലയിൽ ഇതിനടുത്ത്, അതായത് പിലാക്കാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ 3 റോഡിനടുത്തുള്ള ഒരു വീടിന് സമീപം വെച്ച് ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന ഔദ്യോഗികമായ വിവരം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് എന്താണ് കാരണം എന്തടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരൂ. എന്തൊക്കെ കാരണമായാലും ഈ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയായിരുന്നു. ആ ആശങ്കയ്ക്ക് ഇന്ന് അറുതി വന്നിരിക്കുന്നു. കാരണം കുറച്ച് ദിവസങ്ങളായി, കഴിഞ്ഞ രാധയെ കൊന്ന 4ാം നാളിലാണ് ഇത് ഇങ്ങനെ ഈ കടുവയെ ചത്ത നിലയിൽ കാണുന്നത്. എന്തായാലും ഈ മേഖലയിലുള്ളവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. രാത്രി മുതൽ തന്നെ ഈ കടുവ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള ഒരു സമരം നടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം ഉൾപ്പെടെ ഇന്നലെ മന്ത്രിയെ തടയുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ, ഇവിടെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ആ അന്തരീക്ഷത്തിൽ പോലും മന്ത്രി ഇവിടേക്ക് എത്തി ഈ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി സംസാരിച്ചു. അതിനുശേഷം മന്ത്രി തിരിച്ചു പോകുമ്പോൾ ആ വന്ന അവസ്ഥയായിരുന്നില്ല. കൈയടിച്ച് മന്ത്രിയെ യാത്രയാക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസമായി വനംവകുപ്പിനെതിരെയും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിഷേധങ്ങളും മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം വനംവകുപ്പിലെ ഇപ്പോൾ റേഞ്ച് ഓഫീസറെ ഉൾപ്പെടെ ആ ദൃശ്യം പോലും വൈറലാണ്. കാരണം അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും യാത്രയാക്കുന്നത്. അങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം ആഹ്ലാദത്തോടുകൂടി യാത്രയാക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ രാധയുടെ കുടുംബം നമ്മോട് പ്രതികരിച്ചതാണ്. അവർ പറയുന്നത് വലിയ ആശ്വാസം എന്നതാണ്. എന്തായാലും നഗരസഭയുടെ അധികൃതർ ഇവിടെയുണ്ട്. വൈസ് ചെയർമാനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ സജീവമായി ഉണ്ടായിരുന്നു അദ്ദേഹം. എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് വളരെ സന്തോഷമെന്ന് തോന്നുകയാണ്. കാരണം ഞങ്ങൾ 3-4 ദിവസമായി നഗരസഭയിലേക്ക് പോയിട്ടില്ല. ജനങ്ങളോടൊപ്പം ഇവിടെയായിരുന്നു. ഇവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നേതൃത്വം കൊടുക്കുകയായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ ഈ പ്രദേശത്ത് വളരെ പാവപ്പെട്ട ആളുകളാണ്. ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികളും അല്ലെങ്കിൽ ഇവിടെ മൊത്തം നഗരസഭയുടെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ്. ഇവരുടെ ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുക എല്ലാം ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഈ ഫോറസ്റ്റ് അധികാരികൾ, പ്രത്യേകിച്ച് അരുൺ സക്രിയ സാർ വന്നതിന് ശേഷമാണ് ഇതിന് ഇതിൻ്റെ വലിയൊരു മാറ്റം സംഭവിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ അദ്ദേഹത്തിൽ വന്നു. അതുപോലെ തന്നെ അത് വന്നതിൻ്റെ ഒരു ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കടുവ ചത്ത നിലയിൽ കാണുകയും ചെയ്തു. എന്ത് തന്നെയായിരുന്നാലും ഇതിനു വേണ്ടി ഞങ്ങൾക്ക് ഫോറസ്റ്റുകാരോടും അതുപോലെ പോലീസുകാരോടൊക്കെ ചിലപ്പോൾ ക്ഷുഭിതരായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് അത് മന്ത്രിയോട് പോലും ഞങ്ങൾ, പക്ഷേങ്കിൽ ഇന്ന്
ഞങ്ങൾക്ക് എന്താ ഒരു സാധാരണ രൂപത്തിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്ത് വല്ല തെറ്റുകളുണ്ടെങ്കിൽ പോലും അവർ ക്ഷമിക്കും. കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിൽ കാണണം. ഏതായാലും ഞങ്ങളുടെ നഗരസഭ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും നാട്ടുകാരും സഹകരിച്ച എല്ലാവരും ചാനൽ പ്രതിനിധികളടക്കം ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ് നഗരസഭയ്ക്ക് വേണ്ടിയിട്ട്. എന്തായാലും അതാണ് ഇവർക്ക് പറയാനുള്ളത്. വലിയ ആശ്വാസം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. നഗരസഭയുടെ ചെയർപേഴ്സണും ചെയർമാനും ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഇവിടെയുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഹാഷ്മി. വലിയ സമാധാനം. ആ സമാധാനത്തിലേക്ക് ഈ നാട് തിരിച്ചു വരുന്നു. പക്ഷേ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഈ വനാതിർത്തിയിൽ 20 മീറ്റർ അകലത്തിലെങ്കിലും അടിക്കാട് വെട്ടുന്ന നടപടി, ഇടയ്ക്കിടയ്ക്ക് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട്. അത്തരം നിരവധി പ്രശ്നങ്ങൾ ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ പ്രശ്നങ്ങൾ കൂടി കാണുന്ന രീതിയിലേക്ക് ഭരണകൂടം മുന്നോട്ട് പോകണമെന്നുള്ള അഭ്യർത്ഥനയാണ് വനംവകുപ്പും മുന്നോട്ട് പോകണം. ശാശ്വത പരിഹാരത്തിലേക്കുള്ള വഴികൾ തിരയുന്നതിന് തുടക്കമാവട്ടെ ആ വല്ലാത്ത മരണം എന്നതിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ശാശ്വത പരിഹാരമാണ്. താൽക്കാലികം കടുവയെ കൊന്നത് നല്ല കാര്യം, പക്ഷേ അല്ലെങ്കിൽ കടുവ ചത്തുപോയത് നല്ല കാര്യം, പക്ഷേ വേണ്ടത് ശാശ്വത പരിഹാരമാണ്.